ഹായ്, ഐ എം പ്രീത ഫ്രം കാതിലോല. നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ കുട്ടനല്ലൂരാണ്. ഇന്ന് പ്രീമിയം വെയർ ആയിട്ടുള്ളതും കുറച്ച് ഡെയിലി വെയർ ആയിട്ടുള്ള കുർത്തീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം കോട്ടണിലുള്ളതാണ്. വളരെ റീസണബിൾ ആയിട്ടുള്ള ഈ പ്രൈസിലുള്ള കുർത്തികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. പ്യുവർ കോട്ടണിലുള്ള കുർത്തിയാണ്, മനോഹരമായിട്ടുള്ളതാണ്. 2 പീസാണ്, ടോപ്പ് ആൻഡ് ബോട്ടം ആണ് വരുന്നത്. ഇത് പ്രിൻസസ് കട്ടാണ്, ഫ്രണ്ട് പോർഷനിലും അതുപോലെ തന്നെ ബാക്കിലും പ്രിൻസസ് കട്ടായിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു പിസ്ത ഗ്രീൻ അല്ല, വേറെ ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡ് തന്നെയാണ്. ആ ഒരു ഷെയ്ഡിൽ വൈറ്റ് ഫ്ലവേഴ്സ് പോലെ ആയിട്ടാണ് ഇതിൻ്റെ പ്രിൻ്റ് വന്നിരിക്കുന്നത്. വളരെ റയർ ആയിട്ടുള്ള ഒരു പുതിയ പ്രിൻ്റാണെന്ന് തന്നെ പറയാം. അതുപോലെ സ്ലീവ് 3/4 പോലും ഇല്ല, നമ്മുടെ ഈ കൈൻ്റെ മടക്കിൻ്റെ അവിടെ വരയ്ക്കേ ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പുള്ളപ്പ് ആയിട്ട് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വുഡൻ ബട്ടനാണ്, ഉടനീളം വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ താഴെയായിട്ട് ചെറിയൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലും വളരെ താഴെയായിട്ടാണ് സ്ലിറ്റ് വന്നിട്ടുള്ളത്. പ്രിൻസസ് കട്ടാണ്. പിന്നെ ചൈനീസ് കോളറിലാണ് വന്നിട്ടുള്ളത്. പാൻറ് പീസ് ഇങ്ങനെ വരും. പാൻറ് പീസ് കുറച്ച് പലാസോ ആണ്. ഇത് പലാസോ ടൈപ്പ് തന്നെയാണ്. പലാസോ ടൈപ്പിൽ ചെറിയ മോട്ടിഫായിട്ടുള്ള വളരെ ഇതിന് യോജിക്കുന്ന തരത്തിലുള്ള ഒരു പ്രിൻ്റ് ആയിട്ടാണ് സെയിം കളർ ടോണിൽ തന്നെ വന്നിട്ടുള്ളത്. ഫുള്ളി ഇലാസ്റ്റിക്കാണ് അരഭാഗം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത പ്രധാനമായിട്ട് 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. 2 സൈഡിലും പോക്കറ്റ് വരുന്ന തരം കുർത്തിയാണ്. നല്ല സുന്ദരമാണ്. വേനൽക്കാലത്ത് ധരിക്കാൻ വളരെ സൗകര്യമുള്ള ഒരു ഡ്രസ്സ് തന്നെയായിരിക്കും ഇത്. അതുകൊണ്ട് ഇത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നുള്ള സൈസിലൊക്കെ ലഭ്യമാണ്. ആവശ്യത്തിന് ലെങ്ത്തും ബോട്ടത്തിന് ലെങ്ത്തും ഒക്കെ ഉള്ളതാണ്. അത് നമുക്ക് സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പ്രീമിയം കോട്ടണിൽ വരുന്ന ഒരു 4 പീസ് കുർത്തിയാണെന്ന് തന്നെ പറയാം ഇത്. അതായത് ഇതിന് ബോട്ടം ഈ ഗൗൺ ടൈപ്പായിട്ട് ഗൗൺ ഉണ്ട്, അതുപോലെ ഓവർകോട്ട് ഉണ്ട്. ഓവർകോട്ട് വേണ്ടെങ്കിൽ നമുക്കതിന് വിത്ത് ഷോളായിട്ട് ഉപയോഗിക്കാം, സ്ലീവ്ലെസ് ആയിട്ട് പിന്നെ ഷോളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രിൻ്റാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം. ഇതൊരു വയലറ്റ് ഷെയ്ഡ് എന്ന് തന്നെ പറയാം. ഒരു വയലറ്റ് ഷെയ്ഡിലുള്ള ഒരു കുർത്തിയാണ്. ഓവർകോട്ട് ആകുമ്പോൾ ഇങ്ങനെ വരും. ഓവർകോട്ട് ഡിറ്റാച്ചബിൾ ആണ്. അതിൻ്റെ പ്രിൻ്റൊക്കെ ഇങ്ങനെയാണ്. ഫ്രണ്ട് സൈഡിലൊക്കെ നല്ല ആ നെക്കിൻ്റെ പോർഷനായിട്ട് സൈഡിൽ ഇങ്ങനെ ചുറ്റും ഒരു ജെരി വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ അറ്റത്തും ഇങ്ങനെ ഡിസൈൻ വരും. അതുപോലെ ലേസ് വർക്കൊക്കെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഓവർകോട്ടാണിത്. ധരിക്കാൻ വളരെ സുഖമാണ്. അതുപോലെ തന്നെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ബാക്ക് പോർഷനിൽ താഴെയായിട്ടും ഇതുപോലെ ലേസ് വർക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ലേസ് വർക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓവർകോട്ട് വരും. ഓവർകോട്ട് നമുക്ക് വേണ്ട എന്നുള്ളവർക്ക് ഇത് നമ്മുടെ ഈ ഒരു ഗൗൺ ഉപയോഗിക്കാം. ഗൗണ് മാത്രം നല്ല ലെങ്ത്ത് വരുന്നതാണ്. അതിൻ്റെ എൻഡിൻ്റെ പോർഷനിൽ ഇതുപോലെ വേറെ ഡിസൈനാണ് വരുന്നത്. 2 ഭാഗത്തും ലേസും വന്നിട്ടുണ്ട്. ഈ ഒരു കട്ട് ചെയ്തത് നല്ല ഭംഗിയാണ്. ഇതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ വർക്കാണ്, പക്ഷെ അത് നല്ല ബ്യൂട്ടിഫൈ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 2 പോർഷനായിട്ടാണ്. ഇവിടെ വരയ്ക്ക് ഒരു പോർഷനും പിന്നെ വേറെ ആയിട്ടാണ്. നല്ല ഫ്ലയറൊക്കെ ഉള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള ആ പ്രിൻ്റാണ്. ഓവർകോട്ടിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഗൗണിൻ്റെ താഴ്ഭാഗത്തും ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്, ചെറിയ മോഡിഫായിട്ടുള്ളത്. നല്ല സുന്ദരമായിട്ടുള്ള ഡിസൈനും സുന്ദരമായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് ഇതിന് മാച്ചിങ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ വരും ദുപ്പട്ട. അപ്പോൾ അധികം പേർക്കും ചിലപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഓവർകോട്ടൊന്നും വേണ്ടി വരില്ല. ഇനി അത് സ്ലീവ്ലെസ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം ഓവർകോട്ട് ഉപയോഗിക്കാം. 2 കൂടി ഉപയോഗിക്കില്ല. ഒന്നുകിൽ ഓവർകോട്ട്, അതല്ലെങ്കിൽ ഷോള്, ഇത് ഏതെങ്കിലും. പക്ഷേ ഇത് കമ്പൽസറി ആണ്. നമ്മൾ അത് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഈ സെറ്റ് ഒന്നായിട്ട് വാങ്ങിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പാൻറ്റും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ആ ഒരു വയലറ്റ് ഷെയ്ഡിൽ തന്നെ വരുന്ന പാൻറ്റാണ്. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. വളരെ സോഫ്റ്റാണ്. എന്നാൽ അത്യാവശ്യം കട്ടിയുണ്ട്.
നല്ല വെയർ ചെയ്യാൻ വളരെ സുഖമായിരിക്കും. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഇനി മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ ധാരാളം ഫങ്ഷൻസ് ഉണ്ടാവും. പക്ഷേ നമുക്ക് ഏത് ഡ്രസ്സ് ഇടുമ്പോഴും ആ ഒരു ഉഷ്ണത്തിന് അതെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതുപോലെയുള്ള കാണാൻ നല്ല ഭംഗിയുള്ളതും എന്നാൽ വളരെ സോഫ്റ്റും ആയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് കഴിയുന്നത്രയും നമ്മൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. അതെന്തായാലും നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ആയിട്ട് കണ്ടുനോക്കാം. ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൺ കുർത്തിയാണ്. പ്യുവർ കോട്ടൺ, ജയ്പൂർ കോട്ടൺ ആണ്. ഇതിൻ്റെ ഈ ഒരു ഡിസൈനിൻ്റെ ഒരു ഭംഗിയാണ് ഇതിന് പ്രത്യേകതയായിട്ടുള്ളത്. ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ ശരിക്കും പറയാൻ വെച്ചാൽ കളർ ഷെയ്ഡ് ബേസ് വന്നിട്ടുള്ളത്. ആ ഡാർക്ക് ബ്ലൂവിൽ ഒരു ചെങ്കല്ലിൻ്റെ ബ്രിക്ക് റെഡ് കളറും അതുപോലെ ചെറുതായിട്ട് ഓറഞ്ചിൻ്റെ ഷെയ്ഡ് ചിക്കു കളറൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു മോട്ടീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ ഈ ഹൈലൈറ്റ് ആയിട്ട് ഈ കുർത്തീനെ. വളരെ സിമ്പിളായിട്ടുള്ള കുർത്തിയാണ്, പക്ഷേ ആ ഒരു പ്രിൻ്റാണ് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ജെരി വർക്കൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ഇതായിട്ടുള്ള മുത്തിൻ്റെ വർക്കും വന്നിട്ടുണ്ട്. എംബ്രോയിഡറി വർക്ക് എല്ലാം വന്നിട്ട് നല്ല ഒരു വി ഷേപ്പ് പോലുള്ള നെക്കാണ് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ലീവ് ഇങ്ങനെ 3/4 സ്ലീവാണ്. അറ്റത്ത് ഇങ്ങനെ ഡിസൈൻ വരും. സെയിം ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത്. ദുപ്പട്ട ഇങ്ങനെയാണ്, നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ബോർഡർ വരും. 3 പീസ് കുർത്തിയാണ് വിത്ത് പാൻറ്റും കൂടി ഉള്ളതാണ്. പാൻറ്റിന് ആവശ്യത്തിന് ലെങ്ത്ത് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. പാൻറ്റിൻ്റെ ഡിസൈൻ ഇതുപോലെയാണ്. സെയിം ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയ്ക്ക് വരുന്ന സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. വൺ സൈഡ് എലാസ്റ്റിക് ആയിട്ട്, അല്ല ഫുള്ളി എലാസ്റ്റിക് തന്നെ പറയാം, അങ്ങനെ വന്നിട്ട് ഉള്ള പാൻറ്റാണ് ഇതിന് പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലോസ് ആയിട്ടൊന്ന് കണ്ടുനോക്കാം. മീഡിയം, ലാർജ്, XL, XXL, XXL എന്നുള്ള സൈസിലും ഇത് അവൈലബിൾ ആണ്. വൈൻ കളറിലുള്ള കുർത്തിയാണിത്. ഇത് മെറൂൺ അല്ല, അതുപോലെ തന്നെ റെഡിൻ്റെ ഒരു കളറുമല്ല, വൈൻ കളർ എന്ന് തന്നെ പറയാം. അതിലുള്ള ലേറ്റസ്റ്റ് ഡിസൈൻ ആയിട്ടുള്ള ആ ഒരു ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ചെസ്റ്റ് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു നെക്ക് ഇതിൻ്റെ വരുമ്പോൾ ഒരു ബി ഷേപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ കഡ്ദാന വർക്കൊക്കെ വന്നിട്ടുണ്ട്. ഗ്ലാസ് ബീഡ് വർക്ക്, ചെറുതായിട്ട് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. അതുപോലെ ലേസ് വർക്കും വന്നിട്ട് വേറൊരു എന്താ പറയുക ഡിസൈൻ തന്നെയായിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത്. സൈഡിൽ സ്ലിറ്റ് ഉണ്ട്. പിന്നെ ആ ഒരു പ്രിൻറ്റിൻ്റെ ഭംഗിയാണ് നല്ല ഭംഗിയായിട്ടുള്ളത്. അതുപോലെ 3/4 സ്ലീവാണ്. അറ്റത്ത് ഇങ്ങനെ ലേസും വേറെ ഡിസൈനും വന്നിട്ടുണ്ട്. അതിൻ്റെ ഷോള് ദുപ്പട്ട ഇങ്ങനെ വരും. ദുപ്പട്ട നല്ല ഫാഷനിലുള്ള ആ ഒരു പുതിയ പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് മീഡിയം, ലാർജ്, XL, XXL, XXL എന്നുള്ള സൈസിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ദുപ്പട്ട ഇതാണ് അതിൻ്റെ ഡിസൈൻ കേട്ടോ. വൈൻ കളറാണ്, വേറെ കളറല്ല. ഈ നെക്ക് പോർഷനൊക്കെ നല്ല ഭംഗിയാണ്. 2 ഷെയ്ഡിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നീല, ഇത് വൈൻ കളറിലുള്ളതാണ്. അതുപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ്, ആ ഒരു പ്രത്യേക ബ്ലൂ തന്നെയാണ് ഈ ഒരു കുർത്തിക്ക് വന്നിട്ടുള്ളത്. അതായത് ഡാർക്ക് ബ്ലൂവിൽ പിന്നെ ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെ ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട്. സെയിം ഡിസൈൻ, നെക്ക് ഡിസൈനൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ദുപ്പട്ട ഇതുപോലെ വരും. ദുപ്പട്ടയിലെ പ്രിൻ്റ് ഇങ്ങനെയാണ്. ഈ കുർത്തി ഇങ്ങനെ രണ്ടും മീഡിയം, ലാർജ്, XL, XXL, XXL എന്നുള്ള സൈസിൽ ലഭ്യമാണ്. ഇതിൻ്റെ വിലയും സൈസും ഒക്കെ നമുക്ക് എന്താ പറയുക സ്ക്രീനിൽ തന്നെ കാണാവുന്നതാണ്. പ്രീമിയം കോട്ടണിലുള്ള 3 പീസ് കുർത്തിയാണ് ഇത്. അങ്കരക്ക മോഡലിൽ വരുന്ന ഒരു കുർത്തിയാണ്. ധാരാളം ഫ്ലെയർ ഉണ്ട്. ഇതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ഷെയ്ഡുള്ള ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡുള്ള
ആ ഒരു വൈറ്റും ആ കളർന്നിട്ടുള്ള ആ ഒരു ഡിസൈനും എല്ലാം കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൊടുക്കുന്നത്. അതിൽ തന്നെ ഒരു ലൈറ്റ് പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ എല്ലാം ഈ ഫ്രഞ്ച് നോട്ടിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്, കഡ്ദാന വർക്ക്, സീക്വൻസ് വർക്ക്, പിന്നെ അതുമാതിരി ചെറുതായിട്ടുള്ള മുത്തിൻ്റെ വർക്കൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് നെക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെ മോഡലിൽ വരുന്ന കുർത്തിയാണ്. 2 പീസ് ആയിട്ടാണ് ഇവിടെ ധാരാളം ഫ്ലയറിൻ്റെ ധാരാളം ചെറിയ ചെറിയ പാനലായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. സൈഡിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ടസലൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നമുക്ക് ടൈ ചെയ്തിട്ട്, അപ്പോൾ പിന്നെ സൈഡിൽ കുറച്ച് ലൂസ് ഉണ്ടെങ്കിലും നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ചരട് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ദുപ്പട്ട ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയാണ്. ആ ഒരു ഗ്രീൻ ഷെയ്ഡും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ഈ വർക്ക് വന്നിട്ടുള്ള പിങ്കിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണിത്. ഡബിൾ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയാണ്. അതിന് 4 ഭാഗത്തും ഈ ഗ്രീൻ കളറിൻ്റെ തന്നെ ലേസാണ് കൊടുത്തിട്ടുള്ളത്. വളരെ നല്ല ലേസാണ്, വളരെ സോഫ്റ്റ് ആണ്. ക്രോഷ്യോ ലേസ് പോലെയുള്ള ലേസാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇത് നല്ല കോട്ടൺ ആണ്, അതുപോലെ ഇത് നല്ല ക്വാളിറ്റിയുള്ള ഷിഫോണാണ്. പാൻറ് സെയിം കളർ ടോണിൽ തന്നെയുള്ള ഗ്രീൻ കളറിൽ തന്നെയുള്ള പാൻറ്റാണ്. അറ്റത്തും വർക്ക് വരുന്നുണ്ട്, ലേസും ഒക്കെ വരുന്നുണ്ട്. ഇത് ക്ലോസ് ആയിട്ടും നമുക്കൊന്ന് കണ്ടു നോക്കാം.